ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സിനിമാ രംഗത്തെ മുൻനിര താരങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറാൻ കഴിഞ്ഞ വ്യക്തിയാണ് രഞ്ജു രഞ്ജിമാർ. ഇപ്പോഴത്തെ നടി ജ്യോതിർമയുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രഞ്ജു രഞ്ജിമാർ. മേക്കപ്പ് കരിയറിലെ തുടക്കകാലത്താണ് താനും ജ്യോതിർമയും പരിചയപ്പെടുന്നതെന്ന് രഞ്ജു രഞ്ജിമാർ പറയുന്നു. മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയോടാണ് രഞ്ജുവിന്റെ പ്രതികരണം. ഒരു പരസ്യത്തിന്റെ ഷൂട്ട് നടക്കുമ്പോൾ റോയി എന്ന തന്റെ ഫ്രണ്ട് അവിടെ മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. താൻ അയാളെ കാണാനായി അവിടേക്ക് ചെന്നു. കുറെ മെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെയുണ്ട്. അവർക്ക് മേക്കപ്പ് ചെയ്യുവാനായി താനും സഹായിക്കുവാൻ കയറി. അവർക്കത് ഇഷ്ടപ്പെട്ടുവെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട്. പിറ്റേ ദിവസത്തെ വർക്കിന് പിന്നെയും തന്നെ വിളിച്ചു. 500 രൂപ തനിക്കെന്ന് തന്നുവെന്നും അങ്ങനെ താൻ സ്വയം മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറിയെന്നുമാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത്. തനിക്കൊരു പഠനമോ അത്തരത്തിൽ ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷനോ ഒന്നും തന്നെ ഇല്ല എന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട്. പ്രോഡക്റ്റുകൾ കൂട്ടി വായിച്ച് അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാൻ തനിക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് തന്റെ മേക്കപ്പിന്റെ ആരംഭമെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ രംഭ, നഗ്മ, ജ്യോതിർമയി എന്നിങ്ങനെ തുടരുകയാണ്. അവരുടെയൊക്കെ സ്റ്റേജ് പ്രോഗ്രാമുകളിലാണ് താൻ മേക്കപ്പ് ആർട്ടിസ്റ്റായി തുടങ്ങുന്നത് എന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട്. താൻ ആദ്യം മേക്കപ്പ് ചെയ്ത് താരം രംഭയാണെന്ന് തോന്നുന്നു എന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത്. ഒരു അവാർഡ് നൈറ്റിന് വേണ്ടിയായിരുന്നു അതെന്നും രഞ്ജു ഓർക്കുന്നു. എങ്ങനെ തന്നെ അവർ വിളിച്ചെന്ന് തനിക്ക് അറിയില്ല എന്നും രഞ്ജു രഞ്ജിമാർ പറയുകയാണ്. അവിടെ വെച്ചിട്ടാണ് താൻ നടി ജ്യോതിർമയെ പരിചയപ്പെടുന്നതെന്നും രഞ്ജു ഓർക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ജ്യോതിർമയുമായുള്ളത് ഭയങ്കര കൂട്ടാണ്. തന്റെ മൂത്ത ചേച്ചിയെ പോലെയാണ് തനിക്ക് ജ്യോതിർമയി എന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത്. അത്രയും സ്നേഹമാണ് ജ്യോതി ചേച്ചിയോട്. ഇപ്പോഴും തങ്ങൾ തമ്മിൽ കണ്ടാൽ 2 മിനിറ്റ് പരസ്പരം കരഞ്ഞു പോകുമെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട്. മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ ആദ്യമായി തനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ജ്യോതി ചേച്ചി ആയിരിക്കാമെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട്. തന്റെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ജ്യോതിർമയെയും മുക്തയെയും ചേർക്കാതെ പറ്റില്ല എന്നും രഞ്ജു പറയുകയാണ്. മുക്തയുടെ താമരഭരണി എന്ന സൂപ്പർ ഹിറ്റ് സിനിമ, ജ്യോതിർമയുടെ നവാഗതർക്ക് സ്വാഗതം തുടങ്ങിയ സിനിമകളാണ് തന്നെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നത് എന്നും രഞ്ജു രഞ്ജിമാർ പറയുകയാണ്. ആ ഒരു സമയത്ത് വിരലിലുണ്ടാവുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മാത്രമേ സിനിമയിലുണ്ടായിരുന്നുള്ളൂ. അന്ന് ഓപ്ഷനുകൾ പറയുവാനില്ല. ഒരാളെ എങ്ങനെയും അവർ കൂട്ടുപിടിക്കും. അവാർഡ് ഫംഗ്ഷൻ വന്നാൽ ആദ്യം തന്നെ നമ്മളെ അവർ ബ്ലോക്ക് ചെയ്യുമെന്നും രഞ്ജു രഞ്ജിമാർ പറയുകയാണ്. ഇപ്പോൾ ഓപ്ഷനുകൾ ഒരുപാടുണ്ടെന്നും കേരളം പുരോഗമിച്ചെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ ഭാവന, പ്രിയാമണി, മമത മോഹൻദാസ് തുടങ്ങിയ നടിമാരുടെയൊക്കെ സുഹൃത്തു കൂടിയാണ് രഞ്ജു രഞ്ജിമാർ. അതേസമയം ട്രാൻസ് വുമൺ കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്ന രഞ്ജു രഞ്ജിമാർ ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ജീവിതത്തിൽ മുന്നേറിയതും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമാ മേഖലയിൽ തന്റെ സ്ഥാനം നേടിയെടുത്തതും. താൻ കടന്നുവന്ന പാതകളെക്കുറിച്ച് നിരവധി അഭിമുഖങ്ങളുടെ മുൻപും രഞ്ജു രഞ്ജിമാർ സംസാരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ താരങ്ങൾക്ക് രഞ്ജു രഞ്ജിമാർ നൽകിയിരിക്കുന്ന മേക്ക് ഓവറുകളും വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറാറുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.